नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। तो हम पिछले क्लास में कुछ कार्यानुभव किया टेक्स्ट बुक में से। तो कौन सा पाठ है? ബുലന്ദ് ഹൗസ്ലെ. ബുലന്ദ് ഹൗസ്ലെ എന്ന ചാപ്റ്ററിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് എക്സസൈസും കൂടി ഇതിലുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ. तो यहाँ पहला है कुछ क्वेश्चन आंसर दिए गए प्रश्नों के उत्तर लिखिए. यहाँ कुछ क्वेश्चन आंसर दिया गया है, वो हम पहला डिस्कस करेंगे. ओके, तो शुरू करें. पेज नंबर 20. पेज नंबर 20. दिए गए प्रश्नों के उत्तर लिखिए. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞാലും എഴുതിയാലും. तो पहला क्वेश्चन का पाठ में कितने बहादुर बच्चों के साक्षात्कार दिए गए हैं. പാഠത്തിൽ എത്ര ധീരന്മാരായിട്ടുള്ള കുട്ടികളുടെ ഇൻ്റർവ്യൂ ആണ് എടുത്തിരിക്കുന്നത്. എത്ര ധൈര്യമുള്ള കുട്ടികളുടെ ഇൻ്റർവ്യൂ ആണ് എടുത്തിരിക്കുന്നത്. എത്ര കുട്ടികളാണ്? നമുക്കറിയാം, 2 കുട്ടികൾ അല്ലേ. पहला बच्चा कौन है? पहली आशिमा और दूसरी कौन है? दूसरी क्या है उस लड़की का नाम? राधिका है ना. आशिमा और राधिका. അപ്പോൾ 2 കുട്ടികളാണല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ പറയാം? पाठ में 2 बहादुर बच्चों के साक्षात्कार दिए गए हैं. അപ്പോൾ പകുതി ആൻസർ ക്വസ്റ്റ്യനകത്ത് തന്നെ ഉണ്ട്. ബാക്കി നമ്മൾ അതിൻ്റെ കൂടെ ബാക്കി തന്നിട്ടുള്ളതും കൂടെ പഠിച്ച് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. पाठ में कितने बहादुर बच्चों के साक्षात्कार दिए गए हैं. അപ്പോൾ അവിടെ ആൻസർ पाठ में कितने എന്നുള്ളിടത്ത് എന്തെഴുതണം? ആൻസർ दो. बाकी क्वेश्चन आते 2 बहादुर बच्चों के साक्षात्कार दिए गए हैं. तो ये है हमारा क्वेश्चन का आंसर. तो दूसरा क्वेश्चन क्या है? आशिमा की सहेली किस मुसीबत में फंस गई है. ആഷിമ की സഹേലി, ആഷിമയുടെ കൂട്ടുകാരി, കിസ് മുസീബത്ത് में ഏത് അപകടത്തിലാണ് ഫസ് ഗയി ഥി, ഏത് അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. ആഷിമയുടെ കൂട്ടുകാരി എന്ത് അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്? उसका आंसर क्या है? आशिमा की सहेली तालाब में डूब रही थी. എന്തായിരുന്നു സംഭവം? ആഷിമയുടെ കൂട്ടുകാരി ആ കുളത്തിൽ മുങ്ങിപ്പോയിരുന്നു അല്ലേ. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. എന്ത് എഴുതണം? ആഷിമാക്കി സഹേലി. അത്രയും ക്വസ്റ്റ്യനകത്തുണ്ട്. ബാക്കി എന്ത് ചെയ്ത ആൻസർ? താലാബുമേം ഡൂബ് രഹി ഥി, കുളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്നു. ओके, അതാണ് അതിൻ്റെ ആൻസർ. देन तीसरा क्वेश्चन देखो. आशिमा ने अपनी सहेली की मदद कैसे की. ആഷിമ തൻ്റെ സുഹൃത്തിന് സഹായം എങ്ങനെയാണ് ചെയ്തത്? മദത് ഹെൽപ്പ്, സഹായം. എങ്ങനെയാണ് സഹായം ചെയ്തത്? तो उसका आंसर आशिमा को तैरना आता था. ആഷിമയ്ക്ക് നീന്തൽ അറിയാമായിരുന്നു. ആഷിമാക്കോ തൈർന ആതാഥ, ആഷിമയ്ക്ക് നീന്തൽ അറിയാമായിരുന്നു. उसने तालाब में कूदकर संगीता को डूबने से बचाया. അവൾ കുളത്തിലേക്ക് എടുത്ത് ചാടി. കൂദിനാമാനെ ടു ജാം, ചാടുക. ചാടിയിട്ട് സംഗീതാക്കോ ഡൂബിനെ സെ ബച്ചായ, സംഗീതയെ മുങ്ങിപ്പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ബച്ചായ, രക്ഷപ്പെടുത്തി. ഓക്കെ, एक और बार मैं बोलती हूँ. आशिमा को तैरना आता था. उसने तालाब में कूदकर संगीता को डूबने से बचाया. കുളത്തിൽ മുങ്ങിപ്പോകുന്നതിൽ നിന്ന് അവൾ എങ്ങനെ രക്ഷപ്പെടുത്തിയത്? അവൾ നീന്തിപ്പോയി. ആര്? ആഷിമ കുളത്തിലേക്ക് എടുത്ത് ചാടി നീന്തി കുട്ടിയെ, സംഗീതയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. तो ये है उसका आंसर. तो चौथा क्वेश्चन है, ബാൽ വിവാഹ തൈ ഹോനെ പർ രാധിക ने क्या किया. ബാലവിവാഹം ഉറപ്പിച്ചപ്പോൾ, ശൈശവ വിവാഹം ഉറപ്പിച്ചപ്പോൾ രാധിക എന്താണ് ചെയ്തത്? ശൈശവ വിവാഹം, അതായത് നമ്മുടെ രാധികയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ രാധിക എന്താണ് ചെയ്തത്? നമുക്കറിയാം അല്ലേ എന്താണ് ചെയ്തത്? ബാൽ വിവാഹ തൈ ഹോനെ പർ രാധിക മൗസി കെ പാസ് മദത് കെ ലിയെ പഹുഞ്ചി. ബാലവിവാഹം അല്ലെങ്കിൽ ശൈശവ വിവാഹം ഉറപ്പിച്ചപ്പോൾ രാധിക മൗസി, തൻ്റെ ആൻറ്റിയുടെ അടുത്ത്, മൗസി കെ പാസ് മദത് കെ ലിയെ പഹുഞ്ചി, തൻ്റെ ആൻറ്റിയുടെ അടുത്ത് സഹായത്തിനായിട്ട് എന്ത് ചെയ്തു? എത്തിച്ചേർന്നു, അവിടേക്ക് പോയി. അതല്ലേ ചെയ്തത്? അപ്പോൾ ആ കുട്ടിയുടെ വിവാഹം നടക്കാൻ നേരത്ത് കുട്ടി എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന ആൻറ്റിയുടെ വീട്ടിൽ പോയി. ആൻറ്റിയുടെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? ശകുന്തള ദേവി അല്ലേ. तो आखिरी क्वेश्चन है, राधिका की सहायता के लिए पुलिस ने क्या किया. രാധികയ്ക്ക് സഹായം ചെയ്തത് പോലീസ് എന്താണ് ചെയ്തത്? രാധിക की सहायता के लिए, രാധികയ്ക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി പോലീസ് ने क्या किया. പോലീസ് എന്താണ് ചെയ്തത്? പോലീസ് का मतलब क्या है? പോലീസ്. രാധികയ്ക്ക് സഹായത്തിനായിട്ട് പോലീസ് എന്താ ചെയ്തത്?
राधिका की सहायता के लिए पुलिस ने उसके घर वालों को समझाया. രാധികയ്ക്ക് സഹായം ചെയ്തത് ഇങ്ങനെയാണ്. പോലീസുകാർ രാധികയുടെ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കിച്ചു. സമച്ചായ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. और घर वालों ने राधिका की हिम्मत की प्रशंसा की. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരെല്ലാം രാധികയെ എന്ത് ചെയ്തു? വാനോളം പ്രശംസിച്ചു. നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് മകളെ എന്ന് പറഞ്ഞ് അവരെ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അങ്ങനെ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു? മനസ്സിലായി ബാലവിവാഹം തെറ്റാണെന്നുള്ളത് ആ വീട്ടുകാർക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ആൻസർ. तो अगला हम उसके बाद हमें കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ഒരു ആക്ടിവിറ്റി പറഞ്ഞിരുന്നു, ചെയ്യണമെന്ന് പറഞ്ഞു. നീച്ചെ പേജ് നമ്പർ 22 നീച്ചെ ദിയേ ശബ്ദോ കെ ലിംഗ് ബദൽ കർ ലിഖിയേ. താഴെ തന്നിരിക്കുന്ന ശബ്ദങ്ങളുടെ ലിംഗ് ചേഞ്ച് ചെയ്തിട്ട്, അതായത് പുല്ലിംഗമാണെങ്കിൽ അത് സ്ത്രീലിംഗിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇനി സ്ത്രീലിംഗം മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് പുല്ലിംഗിലേക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. നിങ്ങളത് ചെയ്തോ? ചെയ്തവർ ആ നോട്ട്ബുക്ക് എടുത്ത് നോക്കുക. ഞാനിവിടെ എഴുതിയിടാൻ പോവുകയാണ്. കറക്റ്റാണോ നിങ്ങൾ എഴുതിയത്? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പം തിരുത്താം. ഓക്കെ, तो चलिए पेज नंबर 22. पहला हमें 2 हेडिंग लिखना चाहिए यहाँ. स्त्रीलिंग. ओके, स्त्रीलिंग. यहाँ पुल्लिंग. क्या है? स्त्रीलिंग और पुल्लिंग. स्त्रीलिंग माने फीमेल एंड पुल्लिंग माने मेल जेंडर. ओके, और यहाँ कुछ शब्द दिया गया है. देखो यहाँ पहला पुल्लिंग दिया है. ഇവിടെ പുല്ലിംഗം കൊടുത്തിട്ടുണ്ട്. എന്താണ്? സിംഹ. ക്യാ ഹെ? സിംഹ. സിംഹ എന്നുള്ള വേർഡിന്റെ സ്ത്രീലിംഗം എന്താണ്? നമ്മൾ പഠിച്ചതാണ്, ചതുർചിത്രകാരിൽ പഠിച്ചിരുന്നു. എന്താണ്? സിംഹിനി. ക്യാ ഹെ? സിംഹിനി. അപ്പം നമുക്ക് എന്ത് എഴുതാം? അതിങ്ങോട്ടേക്ക് എഴുതാം. सिमही, सिमहिनी. क्या है? सिमहिनी. ओके, सिमहिनी. और उसके बाद अगला शब्द है हथिनी. स्त्रीलिंग शब्द दिया गया है हथिनी. यहाँ देखो ഹഥിനി. ഹഥിനി മീൻസ് പിടിയാന അല്ലേ? നമ്മൾ പഠിച്ചു. അപ്പോൾ ഹഥിനിയുടെ പുല്ലിംഗ് എന്താണ്? ഹാത്തി. ക്യാ ഹെ? ഹാത്തി. അപ്പം നമ്മൾ എന്ത് എഴുതി ഇവിടെ? ഹാത്തി. ക്യാ ഹെ? ഹാത്തി എഴുതി. കണ്ടോ? ഹാത്തി എഴുതി. तो उसके बाद हमें शिक्षक दिया है. शिक्षक माने टीचर. शिक्षक എന്താണ്? ടീച്ചർ. शिक्षक ടീച്ചർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ടീച്ചർ മീൻസ് സാർ, സാർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ടീച്ചർ വരണം. അപ്പോൾ ശിക്ഷിക. യഹാ ശിക്ഷിക. टीचर, सर और टीचर, शिक्षिका. ओके, और उसके बाद अगला शब्द है, क्या है? ശ്രീമതി. क्या है? ശ്രീമതി. ഇവിടെ നമുക്ക് ശ്രീമതി എന്നുള്ള വേർഡ് തന്നിട്ടുണ്ട്. ശ്രീമതി. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതും? ശ്രീമാൻ. ശ്രീമതി ശ്രീമാൻ है ना? तो यहाँ क्या है? श्रीमान. श्रीमान. देखो श्रीमान. ओके, श्रीमान. उसके बाद अगला शब्द है ഒരു പുല്ലിംഗ് ശബ്ദം കൊടുത്തിട്ടുണ്ട്. അഭിനേത. क्या है? അഭിനേത. അഭിനേത മീൻസ് എന്താണ്? ആക്ടർ. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? അഭിനേത. അപ്പം ആക്ട്രസിന് എന്താ പറയും? എന്താ പറയും ആക്ട്രസിന്? ദേഖോ അഭിനേത്രി. ക്യാ ഹോ? അഭിനേത്രി. അപ്പം നമ്മളിവിടെ എന്ത് കൊടുത്തു? അഭിനേത്രി എന്ന് കൊടുത്തു. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അഭിനേത്രി എന്ന് നമ്മളിവിടെ എഴുതി. देखा. तो अगला शब्द क्या है? अगला शब्द है विदुषी. क्या है? विदुषी എന്ന് വെച്ചാൽ ബുദ്ധിമാൻ അല്ലെ വിദൂഷകൻ നമ്മൾ പറയില്ലേ, വിദുഷി. അപ്പോൾ അത് എന്താണ്? സ്ത്രീലിംഗ് ശബ്ദമാണ്. എന്ത്? വിദുഷി. क्या है? विदुषी. तो उसका पुल्लिंग शब्द विद्वान. यहाँ देखो विदुषी. विदुषी. यहाँ विदुषी. और यहाँ क्या है? विद्वान. विद्वान. നമ്മൾ മലയാളത്തിലും വിദ്വാൻ എന്ന് പറയൂലേ? വിദ്വാൻ. तो अगला शब्द है महोदय. क्या है? महोदय. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗ് എന്താണ്? മഹോദയ. क्या है? यहाँ महोदय दिया है. महोदय.
ദയ് മഹോദയ് എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. മഹോദയ് മഹാ എന്നുള്ള മീനിങ് ആണ്. ഇവിടെയോ അപ്പോൾ മഹോദയ. महोदया स्त्रीलिंग शब्द क्या है? महोदया. महोदया देखा महोदया. और उसके बाद आखिरी शब्द है प्रधानाचार्य. क्या है? प्रधानाचार्य. उसका पुल्लिंग शब्द क्या है? प्रधानाचार्य. ओके तो यहाँ क्या है? प्रधानाचार्य. 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 और यहाँ പ്രധാനാചാര്യ ധായുടെ മുകളിൽ കംപ്ലീറ്റ് വരയിടാൻ പാടില്ല. ഓക്കെ എഴുതി പോകുമ്പോൾ മൊത്തത്തിൽ വരയിട്ടാൽ അത് തെറ്റാണ്. പ്രധാനാചാര്യ क्या है? प्रधानाचार्य. तो एक और बार देखो. सिंहनी सिंह, हथिनी हाथी, शिक्षिका शिक्षक, श्रीमती श्रीमान, अभिनेत्री अभिनेता, विदुषी विद्वान, महोदया महोदय, प्रधानाचार्य प्रधानाचार्य. तो ये तुम लोग अपना ओल्ड नोटबुक में लिखना. ഇതൊക്കെ നിങ്ങൾ ഓൾഡ് നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾ പഠിക്കണം. ഓക്കെ देन नेक्स्ट അടുത്ത പേജ് നമ്പർ 23. സഹി ശബ്ദ ചുൻകർ ഖാലി സ്ഥാൻ മേ ഭരിയെ. ഇവിടെ കുറച്ച് ഇതിനെ നമ്മൾ കാരക് എന്നാണ് പറയുന്നത്. നേ കോസെ കാ കേക്കി മേം പർ കേലി ഗ്രാമറിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊന്നും ഇപ്പോൾ പഠിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ അതിൻ്റെ കാരകം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിനകത്ത് കറക്റ്റായിട്ടുള്ളത് ഏതാണ് അത് നമുക്ക് എടുത്ത് എഴുതിയാൽ മതിയാകും. ഓക്കെ നമുക്ക് നോക്കാം. प्रधानमंत्री डैश बहादुर बच्चों को वीरता पुरस्कार दिया. അതായത് ഇവിടെ കർത്താകാരകാണ് വരുന്നത്. കർത്താവിനെ ആശ്രയിച്ച് കർത്താവിന്റെ കൂടെ വരുന്ന കാരകം. അതായത് ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് ആരാണെന്നറിയോ? കർത്താ കോൻ ഹേ? हाँ कर्ता प्रधानमंत्री है. तो यहाँ प्रधानमंत्री के साथ ने എന്ന പ്രത്യയം ने എന്ന കാരകാണ് വരുന്നത്. ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് ആൻസർ എന്താണ്? प्रधानमंत्री ने बहादुर बच्चों को वीरता पुरस्कार दिया. प्रधानमंत्री ने बहादुर बच्चों को वीरता पुरस्कार दिया. പ്രധാനമന്ത്രി ധീരന്മാരായിട്ടുള്ള കുട്ടികൾക്ക് വീരതാ പുരസ്കാരം കൊടുത്തു. അപ്പോൾ അതാണ് അവിടെ ആൻസർ. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ആൻസർ ഒന്ന് എഴുതിയേക്കാം. देखो पहला यहाँ उसका आंसर क्या है? ने എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ദെൻ नंबर 2 आशिमा डैश समझदारी से संगीता की जान बची. आशिमा ഡാഷ് സമജ്ദാരി സേ സംഗീത കി ജാൻ ബച്ചി. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് രണ്ട് കൊടുത്തിട്ടുണ്ട്. കീ ഓർ കി, ചോട്ടി കി ആൻഡ് ബഡി കി. ഇപ്പം ഇവിടെ എന്താണ്? ഇവിടെ ആഷിമ എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ് അല്ലേ? അപ്പം ഇവിടെ എന്ത് വരും? കീ എന്നുള്ള ആ കാരകമായിരിക്കും ഇവിടെ വരുന്നത്. അതായത് നമ്മൾ കർത്താവ് സ്ത്രീലിംഗാണെങ്കിൽ എന്ത് വരും? കീ വരും. ഇനി പുല്ലിംഗാണെങ്കിലോ കാ വരും. ഇനി ബഹുവചനാണെങ്കിൽ കെ എന്നാണ് വരുന്നത്. കാ കേക്കിയുടെ പ്രയോഗം അങ്ങനാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ആഷിമാ കി സമജ്ദാരി സേ സംഗീത കി ജാൻ ബച്ചി. ആഷിമയുടെ ആ ബുദ്ധിപരമായ ഇടപെടൽ കൊണ്ട് സംഗീതയുടെ ജീവൻ രക്ഷിക്കാനായി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യഹാ ആൻസർ ക്യാ ഹേ? കീ. ओके और तीसरा क्या है? संगीता के परिवार वालों को जब पता चला डैश आशिमा ने संगीता की जान बचाई है तो उन्होंने उसे गले लगा लिया. तो यहाँ ബ്രാക്കറ്റിൽ की छोटी की एंड बड़ी की ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ സംഗീത के परिवार वालों को जब पता चला कि സംഗീതയുടെ വീട്ടുകാർ ഇത് അറിഞ്ഞ സമയത്ത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മീനിങ് നമുക്കൊരു രണ്ട് സെൻറ്റൻസിനെ തമ്മിൽ കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്തുപയോഗിക്കും? छोटी की ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? छोटी की. तो यहाँ देखो संगीता के परिवार वालों को जब पता चला कि आशिमा ने संगीता की जान बचाई है तो उन्होंने उसे गले लगा लिया. तो ये है उसका आंसर. तो आखिरी क्वेश्चन ये है गणतंत्र दिवस के मौके डैश बहादुर बच्चों को राष्ट्रीय पुरस्कार से सम्मानित किया जाता है. तो ये हम दो ऑप्शंस है मेम और पर. അപ്പോൾ ഇവിടെ ആൻസർ पर ആണ് വരുന്നത്. ഓക്കെ മേം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ഇൻ വരും. per ഓൺ ദ സ്റ്റേജ് എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ എന്താ ഗണതന്ത്ര ദിവസത്തിൽ കുട്ടികൾക്ക് അവാർഡ് കിട്ടുമ്പോൾ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? per എന്നുള്ള കാരകാണ് ഉപയോഗിക്കേണ്ടത്. तो ഇത്രയും മനസ്സിലായോ? നേ കി
और फोर्थ आंसर क्या है पर. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ് ചോദിക്കാം. तो बाकी हम अगले क्लास में बढ़ेंगे. धन्यवाद.